ഏറ്റവും കൊതിപ്പിക്കുന്ന ഒരു പ്രതിരോധ വാർത്ത എന്ന് വേണം പറയാൻ. ഇന്ത്യൻ ടെസ്റ്റ് പൈലറ്റുമാരെ റഷ്യ ഇപ്പോൾ ഒരു വമ്പൻ കരാറിൽ ഒപ്പിടാൻ ക്ഷണിച്ചിരിക്കുകയാണ്. റഷ്യയുടെ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ സൂചനയായി 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ കയറ്റുമതി വകഭേദമായ Su-57E പ്രാഥമിക വിലയിരുത്തലുകൾക്കായി ഇന്ത്യൻ ടെസ്റ്റ് പൈലറ്റുമാരെ ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി റഷ്യ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പ്രവർത്തന സജ്ജീകരണങ്ങളിൽ നിന്ന് വർഷങ്ങളോളം അകലെയായിരിക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണ നീക്കത്തിന്റെ ഒരു മൂലക്കല്ലായി Su-57E സ്ഥാപിക്കാനുള്ള തീവ്രമായ നയതന്ത്ര വാണിജ്യ ശ്രമങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. എയ്റോ ഇന്ത്യ 2025 ജെറ്റിന്റെ കഴിവ് ഇതിനകം തന്നെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആഗോള മത്സരത്തിനും പ്രാദേശിക ഭീഷണികൾക്കും മുന്നിൽ ഇന്തോ റഷ്യൻ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള തന്ത്രപരമായ ഒരു വഴിത്തിരിവാണ് റഷ്യയുടെ ഈ ആവേശം എന്ന് പറയുന്നത്. 2018 ഇന്ത്യയും റഷ്യയും തമ്മിൽ പിൻവലിച്ച FGFA പ്രോഗ്രാമിനെ ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യക്ക് വേണ്ടി അന്ന് റഷ്യ നടത്തിയ വാദങ്ങൾ, ചെലവ്, രഹസ്യ സ്വഭാവം എന്നിവയെ തുടർന്നാണ് ഈ പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത്. 2025 വേഗത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ റോസ്റ്റെക്കും യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക് സൗകര്യത്തിൽ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം, സോഴ്സ് കോഡ് ആക്സസ്, സംയുക്ത ഉൽപാദനം എന്നിവയിലൂടെ ഇപ്പോൾ ഒത്തുചേരാൻ ഒരുങ്ങുകയാണ്. ഈ നാസിക്കിലെ സൗകര്യത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ സുഖോയ് 30 MKI ജെറ്റുകൾ വികസിപ്പിച്ചെടുത്തത്. അതും 220-ലധികം സുഖോയ് 30 MKI ജെറ്റുകളാണ് ഇന്ത്യക്ക് വേണ്ടി ഈ സൗകര്യത്തിൽ വികസിപ്പിച്ചെടുത്തത്. 20 മുതൽ 30 ജെറ്റുകളുടെ പ്രാരംഭ ഓഫ് ദി ഷെൽഫ് ഡെലിവറി, തുടർന്ന് 2030കളുടെ തുടക്കത്തിൽ 60 മുതൽ 70 എണ്ണം കൂടി പ്രാദേശികമായി അസംബ്ലി ചെയ്യൽ എന്നിവയാണ് ഇപ്പോൾ റഷ്യയുടെ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ഇന്ത്യൻ പൈലറ്റുമാരെ ക്ഷണിച്ചിരിക്കുന്നത് സിമുലേറ്റഡ് യുദ്ധ സാഹചര്യങ്ങളിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും, ഏവിയോണിക് സംയോജനം, ആയുധ അനുയോജ്യത എന്നിവയുടെ വിലയിരുത്തലാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മികച്ചതാണ്. കാരണം ഇന്ത്യയുടെ ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണം 42.5 കുറഞ്ഞു. ഇപ്പോൾ MiG-21 വിരമിക്കലുകളും തേജസ് മാർക്ക് 1 റാമ്പപ്പിലെ കാലതാമസവും എല്ലാം ഇന്ത്യക്ക് വളരെയധികം വഷളാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റെടുക്കൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ. Su-57E റഷ്യയുടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഇരട്ട എഞ്ചിൻ സൂപ്പർ മാനവർ മൾട്ടി റോൾ ഫൈറ്റർ, കുറഞ്ഞ നിരീക്ഷണ യോഗ്യമായ സ്റ്റെൽത്ത്, സൂപ്പർ ക്രൂയിസ് ശേഷി, നൂതന സെൻസർ ഫ്യൂഷൻ എന്നിവയാണ് ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നത്. NO-36 ബെൽക്ക AESA റഡാർ, R-77M പോലുള്ള മിസൈലുകൾക്കായുള്ള ആന്തരിക ആയുധ ബേകൾ, ഹൈപ്പർസോണിക് യുദ്ധോപകരണങ്ങളുമായുള്ള അനുയോജ്യത എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരാതിർത്തിയിൽ, വ്യോമാതിർത്തിയിലെ എതിരാളികളെ മറികടക്കാൻ വേണ്ടിയാണ് റഷ്യ Su-57 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2020 മുതൽ ഉൽപാദനം ഇതിന്റെ ആരംഭിച്ചും കഴിഞ്ഞു. 2025 മധ്യത്തോടെ റഷ്യൻ എയറോസ്പേസ് സേനയ്ക്ക് 20-ലധികം യൂണിറ്റുകളാണ് കൈമാറിയത്. അന്താരാഷ്ട്ര പങ്കാളികൾക്കായി രൂപകൽപ്പന ചെയ്ത Su-57 പോലുള്ള വകഭേദങ്ങളും കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ പൈലറ്റുമാരുടെ ഈ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈലറ്റുമാർ ഹിമാലയത്തിന് മുകളിലുള്ള ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനവും റാഫേൽ, തേജസ് പോലുള്ള ആസ്തികളുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും സാധൂകരിക്കണം. ഒരു പോസിറ്റീവ് അനുമതി 2025 അവസാനത്തോടെ ഗവൺമെന്റ് ടു ഗവൺമെന്റിന്റെ കരാറിന് കാരണമാവുകയും ചെയ്തു. ഇത് AMCയുടെ മാർക്ക് 1 2032 എത്തുന്നത് വരെ ഇന്ത്യയുടെ 5ാം തലമുറ ശൂന്യതയാണ് നികത്തുന്നത്. ഇങ്ങനെ റഷ്യ ഇപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് പൈലറ്റുമാരെ ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ കരാറിന്റെ ഭാഗം തന്നെയാണ്. പ്രതിരോധ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചാൽ വരും ദിവസങ്ങളിൽ ഈ പരീക്ഷണങ്ങൾക്ക് അംഗീകാരം ലഭിച്ചേക്കാം എന്നാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.